1500 സൽവർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ ലഭിതങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഇന്ന് ലോകം മുഴുവനും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഒരു മടിയുമില്ല എന്ന് മാത്രമല്ല, ഈ മാസം റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ മനസ്സ് നിറയുന്നു, സന്തോഷം നിറയുന്നു, ആഹ്ലാദം അലതല്ലുന്നു. തോരണങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള എന്തെല്ലാം സന്തോഷത്തിന്റെ അടയാളങ്ങളുണ്ടോ അതെല്ലാം ലോകം മുഴുവനും നിരന്ന് കിടക്കുകയാണ്. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം, 1% അതല്ലെങ്കിൽ ഒരു 2% വരുന്ന ഒരു മുസ്ലിം നാമത്തിൽ അറിയപ്പെടുന്ന ബിദഅി പ്രസ്ഥാനക്കാർ, അവർ ഞങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണ് എന്ന് വാക്കുകൊണ്ട് പറയുന്നു, നാമം കൊണ്ട് പറയുന്നു എന്നല്ലാതെ സത്യത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ നേതാവിനെ മനസ്സ വാച കർമ്മന അവർ അംഗീകരിച്ചിട്ടില്ല. കപടവിശ്വാസം, കാപട്യം നിറഞ്ഞ പ്രവർത്തനം അത് ഇന്നല്ല, അന്നു മുതൽ റസൂലുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് തന്നെ പലതിലും നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയും. കണ്ടില്ലേ നിങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖുകളുടെ നേതാവ്, കപടവിശ്വാസികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. കൃത്യമായി പറഞ്ഞില്ലേ കപടന്മാരുടെ സ്വഭാവം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നാൽ അവർ പറയും ഖാലു ആമന്നാ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വിശ്വാസത്തിലും കർമ്മത്തിലും ഒന്നാണ്. അതേ സ്ഥാനത്ത് അവരുടെ വിശ്വാസം മറ്റൊന്നായതുകൊണ്ട് തന്നെ അവർ അവരുടെ ശയാത്തീനിലേക്ക്, ശൈത്താന്മാരിലേക്ക് ചെന്ന് കഴിഞ്ഞാലോ ഖാലു ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ഒരംശം എടുത്തുകൊണ്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ രോഗശരീരം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാം ഷറഫുള്ളതാണ്, അവിടുത്തെ ഉമ്മീദ് ഷറഫുള്ളതാണ്, അവിടുത്തെ വിയർപ്പ് ഷറഫുള്ളതാണ്, അവിടുത്തെ ശരീരത്തിലെ മുഴുവൻ സംഗതികളും ഷറഫുള്ളതാണ്. ഇന്നലെ ഞാൻ യൂട്യൂബിൽ കേൾക്കാനിടയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്ലാദപ്പെട്ട ശഅർ മുബാറക്, ആ ശഅർ മുബാറക് സൂക്ഷിച്ചതിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് ദിവഘോഷികൾ എന്നല്ലാതെ എന്ത് പറയാൻ? എത്ര സ്വഹീഹായ ഹദീസുകളുണ്ട്. ഇന്ന് ആഹ്ലാദങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം സനദുണ്ട്, അത് മറ്റൊരു വിഷയം. അപ്പോൾ ആ ഷറഫാക്കപ്പെട്ട വെള്ളം എടുത്തു കൊടുത്തു. അത് കുടിക്കാൻ പറഞ്ഞപ്പോൾ തന്റെ ഭാര്യയോട് പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. മുനാഫിക്കായ നബിയോട് കൂടെ നിന്നുകൊണ്ട് പ്രവാചകന്റെ കൂടെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ്, എന്നാലോ ശൈത്താന്മാരിലേക്ക് ചെന്നാൽ, മുനാഫിക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്ന ഈ കപടന്റെ വാക്ക് കേട്ടോ. അല്ല തഅ്തി ബൗലിക, എന്താണ് നിനക്ക് നിന്റെ മൂത്രം കൊണ്ടുവന്നാൽ, നീ നിന്റെ മൂത്രം കൊണ്ടുവന്നാൽ ഞാനത് കുടിക്കുമായിരുന്നു. ഈ വെള്ളം എനിക്കാണോ നീ കൊണ്ടുവരുന്നത്? ഇത് മുഹമ്മദിന്റെ വെള്ളം എന്തിനു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അത് മറച്ചു കളഞ്ഞു എന്ന്. അപ്പോ റസൂലുള്ളാഹി വന്നാൽ ആ റസൂലുള്ളാഹിന്റെ വരവിനെ ഖൽബ് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞ ഈമാനിൽ മാത്രമേ സന്തോഷിക്കാൻ കഴിയൂ. ഈമാനില്ലാത്തവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. നോക്കേണ്ടി ഒരു വഹാബിന്റെ, ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ പിശാചുക്കളുടെ നേതാക്കൾ
രാജാക്കന്മാരിൽപ്പെട്ട ശൈത്താന്മാരായ തബ്ലീഗ് ജമാഅത്ത് ഈ കണ്ണ് കണ്ട മാസം വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ മുഖത്ത് നോക്കൂ, ഒരു കറാഹിയം, ഒരു വെറുപ്പ്, ഒരു ദേഷ്യം, ഈമാൻ ഇല്ലാത്ത വിലയാണ് അവരുടെ മുഖത്ത് കാണാൻ കഴിയും. എന്തുകൊണ്ടാണത്? റസൂലുള്ളാഹി പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. കാരണം എന്താ? ഇസ്ലാം മതങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കണം. കുറച്ച് വിശ്വസിച്ചില്ല, അങ്ങനെ ഒരു പരിപാടി പാപ്പാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ അവിടുത്തെ പ്രകീർത്തനങ്ങൾ പദ്യമായും ഗദ്യമായും പദ്യഗദ്യ സമ്മിശ്രമായും പ്രകീർത്തനം ചെയ്യപ്പെടുമ്പോൾ ആ സദസ്സിൽ പങ്കെടുക്കുന്നത് പുണ്യകർമ്മമാണ്. അവിടുത്തെ മധുര പറയുന്നത് പുണ്യകർമ്മമാണ്. അതിനുവേണ്ടി അന്നദാനം കൊടുക്കുന്നത് പുണ്യകർമ്മമാണ്. അതിനുവേണ്ടി പണം ചെലവഴിച്ചുകൊണ്ട് തോരണങ്ങളും സ്റ്റേജുകളും അതേപോലെ തന്നെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത് പുണ്യകർമ്മമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സന്തോഷമാണെന്ന് മാത്രമല്ല, ലോകത്ത് ഇന്ന് വരെ നിങ്ങൾ സമ്മാനിച്ച സംഘടിപ്പിച്ച സർവ്വ സമ്മേളനങ്ങളെക്കാളും സർവ്വ ഒത്തുകൂടലിനേക്കാളും ഏറ്റവും ഹൈറായ ഒത്തുകൂടൽ സമ്മേളിക്കൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ വേണ്ടി ഒത്തുകൂടലാകുന്നു. അതുകൊണ്ടല്ലേ മീലാദുൽ അക്ബർ എന്ന് പറയുന്ന നോളേജ് സിറ്റിയിൽ തുടങ്ങിയ ഏറ്റവും വലിയ കോൺഫറൻസ്, ഏറ്റവും വലിയ മൗലിദ്, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈമാനിന്റെ ഭാഗമാകുന്നു. ഇതെല്ലാം അവിടെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഒരുപാട് പരിപാടികൾ നടക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല അച്ചടക്കത്തോടുകൂടെ ഇരുന്ന് ഇത് വീക്ഷിച്ച് ഇതിന്റെ അവസാനം വരെ ഇരുന്ന് ഇത് പൂർണ്ണമായും ഭംഗിയാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മീലാദ് ആഘോഷത്തിൻ്റെ 2ാം ദിവസമായിരുന്നു. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഘവും അതുപോലെ തന്നെ ഇന്നലെ കുട്ടികൾക്ക് ഉള്ള കുറഞ്ഞ പരിപാടികളും സമ്മാന വിതരണവും അങ്ങനെ കുറഞ്ഞ പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ അത്യാവശ്യം വഹിക്കുന്ന മൂസാജി അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത വർഷത്തിലേക്ക് സ്വാഗതമാശംസിച്ച മറ്റ് പണ്ഡിതന്മാരെ നേതാക്കന്മാർ. 35 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ തവണ നമ്മുടെ മീലാദ് ഘോഷയാത്ര ഒന്നിച്ച് നടത്തി ഇതിൻ്റെ സന്തോഷത്തിലാണ്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ നമുക്ക് അത് വേണ്ടതുപോലെ ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല. വളരെ വിഷമത്തോടെ ആ കുടുംബത്തിൻ്റെ ഒപ്പം ചേർന്നതിന് തന്നെ നമ്മൾ ആ തിരച്ചിലിനും ആ ബോഡി കിട്ടുന്നത് വരെ നമ്മൾ അവരെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 1:50 മുണ്ടോട്ട് കടവിൽ നിന്നും ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടിയതിനു ശേഷമാണ് നമുക്കൊക്കെ അല്പമെങ്കിലും സമാധാനം ഉണ്ടായത്. ഏതായിരുന്നാലും നമ്മുടെ നാട്ടിലെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ മറുനാട്ടിലുള്ള പലവിധ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സ്പേസിൻ്റെ സാധന ടീമും എല്ലാവരും ഒത്തുനിന്നിച്ച് നിന്നുകൊണ്ട് തന്നെ 2-3 ദിവസത്തോളം വളരെ കഠിനാധ്വാനം ചെയ്ത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആ പിഞ്ചുമറുടെ മയ്യത്ത് ഇന്ന് നമ്മൾ വീണ്ടെടുത്ത് സ്വദേശമായ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി ആ പെൺകുട്ടി നമ്മോട് മറന്നു. ഏതായിരുന്നാലും ഇങ്ങനത്തെ ഒരു സന്ദർഭം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത് അവർക്ക് പറഞ്ഞ നിർദ്ദേശങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരിക്കലും സ്വിമ്മിംഗ് പൂളിൽ നീന്തി പഠിച്ചുകൊണ്ട് ഒരിക്കലും
ഒരിക്കലും കുട്ടികളുമായിട്ട് പുഴയിലേക്ക് ഇറങ്ങരുത് എന്നാണ് ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും നമുക്ക് ഇന്ന് പറഞ്ഞതെന്നാണ് നിർദ്ദേശം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഇഷ്ടംപോലെ നീന്തി കുളിച്ച ഒരു നദിയാണ്, ചെറിയ പുഴയാണിത്. ഇന്ന് ആ പുഴയുടെ ഗതിയൊക്കെ മാറി. അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ പുഴ ഇല്ല ഇന്നത്തെ ഈ പുഴ എന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ന് ആ പുഴയിൽ ഇറങ്ങിയ അനുഭവത്തിൽ പറയാനുള്ളത്. പുഴ ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം, നീന്തൽ പഠിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ പുഴയിൽ ഇറങ്ങാൻ പാടുള്ളൂ. അത്രയും നല്ല ആയങ്ങളും കുട്ടികൾക്കും നമ്മുടെ പുഴയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കുട്ടികളും മുതിർന്നവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസ പറഞ്ഞുകൊണ്ട് കൂടുതൽ നീട്ടിയൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് എൻ്റെ വലിയ പ്രഭാഷണം നിർത്തുന്നു.
മദ്യത്തിന്റെയും മറ്റു മയക്കുമരുന്നിന്റെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുവാൻ പല വിദ്യാർത്ഥികളും
ഗുരുജനങ്ങളോടും മുതിർന്നവരോടുമുള്ള വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അധ്യാപകരെ അവമാനിക്കുന്നവരാണ് അതിരുകളെ ഒന്നിന് ശാപം. വിദ്യാർത്ഥികൾക്ക് പഠനമാണ് ഏറ്റവും വലിയ ആരാധനയാണെങ്കിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഓരോ വിദ്യാർത്ഥികളും മുഴുവൻ സമയങ്ങളും പഠന വിഷയത്തിനായി ചെലവഴിക്കണമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം. ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം. ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. കമറിരണ്ട് തുണ്ടമായി ചരിത്ര സംഭവം. കമറിരണ്ട് തുണ്ടമായി ചരിത്ര സംഭവം. ഈ കേരളത്തിലേക്ക് സിലാമെത്തുവാൻ ഹിതം. ഈ കേരളത്തിലേക്ക് സിലാമെത്തുവാൻ ഹിതം. ചരിത്ര സംഭവം മഹത്വമെത്ര സുന്ദരം. ചരിത്ര സംഭവം മഹത്വമെത്ര സുന്ദരം. ചരിത്ര സംഭവം മഹത്വമെത്ര സുന്ദരം. ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം. ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം. ആദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. തരുളാറ്റലോട് ചാരമക്ക എത്തിയ പെരുമാൾ. എത്തിയ പെരുമാൾ ചേരമ പെരുമാൾ. തരനോക്കിനെ വീണിന്നുണക്ക് പുൽകിയ മതിമാൻ. പുൽകിയ മതിമാൻ അവരായ മുസൽമാൻ. തരുളാറ്റലോട് ചാരമക്ക എത്തിയ പെരുമാൾ. എത്തിയ പെരുമാൾ ചേരമ പെരുമാൾ. തരനോക്കിനെ വീണിന്നുണക്ക് പുൽകിയ മതിമാൻ. പുൽകിയ മതിമാൻ അവരായ മുസൽമാൻ. പ്രഭചരിഞ്ഞ് പൊരുളറിഞ്ഞ് കരമുടനിടലായി. പ്രഭ നിറഞ്ഞ് ഉദവി തന്ന് ഇരുമറഞ്ഞിടലായി. പ്രഭചരിഞ്ഞ് പൊരുളറിഞ്ഞ് കരമുടനിടലായി. പ്രഭ നിറഞ്ഞ് ഉദവി തന്ന് ഇരുമറഞ്ഞിടലായി. തരുണ കണ്ട് കൽപുണർന്ന് കുളി നിറഞ്ഞ
നിഴലായി രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. തീരം ഷഹർ മുകല്ല താണ്ടി വന്നു കപ്പലിൽ അപായ കപ്പലിൽ ദൗത്യവുമായി മാലിക് ദീനാറും സംഘവും കടൽ കടന്ന് തേരണം വന്ന് തീരം ഷഹർ മുകല്ല താണ്ടി വന്നു കപ്പലിൽ അപായ കപ്പലിൽ ദൗത്യവുമായി മാലിക് ദീനാറും സംഘവും കടൽ കടന്ന് തേരണം വന്ന് മനം തുറന്ന് മധുരം തന്ന് മർഹബ നേർന്ന് മേന്മ ചൊന്ന് ഇതമറിഞ്ഞ് മഹിമ പറഞ്ഞ് മനം തുറന്ന് മധുരം തന്ന് മർഹബ നേർന്ന് മേന്മ ചൊന്ന് ഇതമറിഞ്ഞ് മഹിമ പറഞ്ഞ് നാടുളന്ന് നീ വളർന്ന് ഈ വിധം തരമേ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. കമറി രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം കമറി രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം ഈ കേരളത്തിലേക്ക് ഇസ്ലാമെത്തുവാൻ വിധം ഈ കേരളത്തിലേക്ക് ഇസ്ലാമെത്തുവാൻ വിധം ചരിത്ര സംഭവം മഹത്വമെത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വമെത്ര സുന്ദരം ചരിത്ര സംഭവം മഹത്വമെത്ര സുന്ദരം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം.
ലാളിത്യം വളരെ ഇഷ്ടമാണ്. എൻ്റെ സമയം എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണത്. അതിനാൽ സമയത്തിന്റെ ഭൂരിഭാഗവും ഇസ്ലാമിക കാര്യങ്ങൾക്കായി മാറ്റിവെക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഹക്കീം അലാജുമോൺ എന്ന പ്രമുഖ ബാസ്കറ്റ്ബോൾ താരത്തിന്റെ വാക്കുകളാണിത്. ലളിതവും ലാളിത്യവും ഏറിയ മതമാണ് ഇസ്ലാം. വെറുമായി വിജയത്ത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഒരാളോട് പുഞ്ചരിച്ചു, അതിനുമുണ്ട് 100 കൂട്ടം പ്രതിഫലം. ഇസ്ലാമിൽ ഒരു മുഅ്മിൻ തെറ്റ് ചെയ്തു തൗബ കാരണം ഔദാര്യവാനായ അല്ലാഹു തആല എല്ലാം പുറത്തു നൽകുന്നു. എന്നാൽ ചില മുൻകാല മതങ്ങളിലോ തെറ്റ് ചെയ്തവൻ കൊല്ലപ്പെടണമെന്നായിരുന്നു നിയമം. അതിനാൽ ഇസ്ലാമിൽ ഒരു മുഅ്മിനോടെ വിശ്വാസിയുടെ ശരീരത്തിൽ അശുദ്ധി വരുന്നു, അതിനെ നീക്കിയാൽ മതി. എന്നാൽ ചില മുൻകാല മതങ്ങളിൽ അശുദ്ധി വരുന്ന മാർഗം മാറ്റം അനിവാര്യമായിരുന്നു. ഇസ്ലാമിൽ വെള്ളമില്ല എങ്കിൽ മണ്ണ് കൊണ്ട് തയമം ചെയ്യാനും മണ്ണ് ലഭ്യമല്ല എങ്കിൽ പരമാവധി നിസ്കരിക്കാൻ ശ്രമിക്കുവാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യാത്രാ അവസരങ്ങളിൽ നിസ്കാരം ബുദ്ധിമുട്ടായതിനാൽ ജംഇനും ഖസറിനും ഇസ്ലാം അവസരം നൽകിയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരരും കൊടും ചൂടുള്ള മണൽ യാത്രയ്ക്കിടെ യാത്രാമധ്യേ ഒരു കൂട്ടം സ്വഹാബിക്ക് ഒരു സ്വഹാബിക്ക് നേരെ വെള്ളം തെളിപ്പിക്കുന്നത് കണ്ടു. എന്തു പറ്റിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. തത്സമയം അദ്ദേഹം ഒരു സുന്നത്ത് നോമ്പുകാരനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുന്നു, യാത്രാ അവസരങ്ങളിൽ സുന്നത്ത് നോമ്പ് നോക്കുന്നത് നല്ലതല്ല എന്ന് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. Pura
نور الظلام صلوا Firdaus
ഒരുപാട് നല്ല ഗാനങ്ങൾ വരുന്ന സമയത്ത് ഒരു ഗ്രേഡ് കുറഞ്ഞ ഗാനം പാടിയാൽ മാത്രമേ ബാക്കിയുള്ള ഗാനങ്ങൾ ഉഷാറാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പഴയ ഓർമ്മയിൽ ഒരു 4 വഴി. ആകാശത്തിൽ പറക്കും കിളി പോകാം നമുക്കൊരു യാത്ര കിളി അകലങ്ങൾക്കപ്പുറം താഴ്വ കണ്ടാൽ അകലായി ആശകൾ തീരും കിളി. ആകാശത്തിൽ പറക്കും കിളി പോകാം നമുക്കൊരു യാത്ര കിളി അകലങ്ങൾക്കപ്പുറം താഴ്വ കണ്ടാൽ അകലായി ആശകൾ തീരും കിളി. ആകാശത്തിൽ പറക്കും കിളി. മസ്ജിദുൽ ഹറമിന്റെ അകത്തളത്തിൽ ഹജ്ജാജിമാരുടെ വിളി കേൾക്കാൻ ഹജറുൽ അസ്വദ് തിരുമുഖത്തിൽ ഹാജികൾ മുത്തുന്ന കാഴ്ച കാണാൻ ഹാജറാവിയോടിയ സഫാ മറുവയിൽ അജമേറും സംസം കുടിച്ചിരിക്കാം. അജമേറും സംസം കുടിച്ചിരിക്കാം. ആകാശത്തിൽ പറക്കും കിളി പോകാം നമുക്കൊരു യാത്ര കിളി അകലങ്ങൾക്കപ്പുറം താഴ്വ കണ്ടാൽ അകതായി ആശകൾ തീരും കിളി. മദീനപുരിയിലും പോയി വരാം മുഹമ്മദ് നബിയുടെ റൗള കാണാൻ. മദീനപുരിയിലും പോയി വരാം മുഹമ്മദ് നബിയുടെ റൗള കാണാം. മഹനീയ ജീവിത മാതൃക കാട്ടിയ പുന്നാര നബിയിൽ സ്വലാത്ത് ചൊല്ലാം. പുന്നാര നബിയിൽ സ്വലാത്ത് ചൊല്ലാം. ആകാശത്തിൽ പറക്കും കിളി പോകാം നമുക്കൊരു യാത്ര കിളി അകലങ്ങൾക്കപ്പുറം താഴ്വ കണ്ടാൽ അകതായി ആശകൾ തീരും കിളി. കബറന്നാൽ ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ പാലം നീടും പോയി മറഞ്ഞിടും. കബറന്നാൽ ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പോയി മറഞ്ഞിടും. ഈ സത്യം മറക്കല്ല് മരണമുണ്ടെന്നുറപ്പല്ല് മണ്ണാലെ സൃഷ്ടിച്ച മണ്ണിൽ ചേർന്നിടും. കബറന്നാൽ ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പേടിയായിടും. നിനക്കു ജീവിതം തീർന്നിടും നമ്മൾ നോക്കിന്റെ കാലത്തെ കേട്ടിടും. ചങ്കിലേറും നികഴ്ത്തിയിടും ഇന ചുങ്കുള്ള പൂമനി ചിതളാകും. വിക്ഷയമിൽ ഈ പാദത്തൊളി വിട്ടൊളിവുള്ളൊരാളും ഇല്ല. എല്ലാരും നീചമായി കണ്ണടച്ചിടും. കബറന്നാൽ ഇരുൾ കൂട്ടിൽ കിടക്കുന്ന മണ്ണറ വീട്ടിൽ വല്ലാതെ ഭയന്നിടും പേടിയായിടും. शहर शहर सज गया आए नबी प्यारे नबी आए नबी प्यारे नबी मरहब कर लो विदा. हम अपने नबी पाक से प्यार करेंगे हर आले नजर कार का मीराद करेंगे. आमी नबी को बनाया वल्लु वसंतम आ कुड़ी
ഉപകാരമായി മാത്രം നബിയേ ഉപദേശമോ സലാമും കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം നബിയേ ഉപദേശമോ സലാമും കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം നബിയേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൽ ചന്തവും തങ്ങളല്ലേ അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യൻ അവിടുത്തെ നോറിനൊരൽപ്പമല്ലേ അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും തിങ്കളിൽ ചന്തവും തങ്ങളല്ലേ അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യൻ അവിടുത്തെ നോറിനൊരൽപ്പമല്ലേ സ്വർഗത്തിൻ സൗന്ദര്യം പോലും സൂര്യന്റെ പരിശുദ്ധിയിൽ ഇന്നൊരംശമല്ലേ സ്വർഗത്തിൻ സൗന്ദര്യം പോലും സൂര്യന്റെ പരിശുദ്ധിയിൽ ഇന്നൊരംശമല്ലേ അമൂല്യമാണിക്കം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ അനേകവും അറിവാവും അല്ലാഹും ജിൻസിനും അവിടുത്തെ മഹത്വത്തിൽ ലയിച്ചതല്ലേ കൽബിലും നിസാനിൽ ഐനിലും ഫിക്രിലും ഹാദിം റസൂലിന്റെ സ്മരണയല്ലേ കൽബിലും നിസാനിൽ ഐനിലും ഫിക്രിലും ഹാദിം റസൂലിന്റെ സ്മരണയല്ലേ ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം നബിയേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം നബിയേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ आका मेरे आका मुझे तैयबा में बुला लो आशा मेरे आशा तैयबा मंदिर ഒന്ന് പുൽകാ
ആദ്യം സൂറത്തുൽ ഫാത്തിഹ മുതവസ്സിത്തായി ഓതുകയാണ്. പാരായണം 3 രൂപത്തിലാണുള്ളത്. സ്പീഡ് കൂടിയ ഖിറാഅത്ത്, അതിന് തർത്തീലായ ഖിറാഅത്ത് എന്നാ പറയാറ്. രണ്ടാമത്തത് മുതവസ്സിത്തായ ഖിറാഅത്ത്, ഒരു മധ്യനിലയിൽ സാധാരണ നമ്മൾ ഓതുന്ന ഇടത്തരം ഖിറാഅത്ത്. പിന്നെ ഉള്ളത് സ്പീഡ് കൂടിയതിന് ഹെദറായ ഖിറാഅത്ത് എന്ന് പറയാം. സ്പീഡ് കൂടിയത്. പിന്നെ തർത്തീലായ ഖിറാഅത്ത് വളരെ സാവകാശം ഓതുന്ന ഖിറാഅത്ത്. അത് ഞാൻ മധ്യനിലയാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഒന്ന് സൂറത്തുൽ നബഅാണ് ഓതുക, പിന്നെ സൂറത്തുൽ ഫാത്തിഹയാണ്. പറ്റുന്നവരൊക്കെ എൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്ത് ഓതാം. എൻ്റെ ഓത്തിൽ നിങ്ങളുടെ ഓത്തും തമ്മിൽ വ്യത്യാസമുണ്ടോ, ഞാൻ എവിടെയാണ് നീട്ടുന്നത്, നടിക്കുന്നത്, കുറിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഏറ്റവും നിർബന്ധമായ ഒരു ഘടകം, ലോകത്ത് മുസ്ലിമായി പറഞ്ഞ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഖുർആനിന്റെ 3 നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ മഖ്റജ് മാറാൻ പാടില്ല, രണ്ടാമത്തത് ലാസിമായ സിഫത്തുകൾ മാറാൻ പാടില്ല, മൂന്നാമത്തത് ഹറക്കത്തുകൾ മാറാൻ പാടില്ല. ഇത് 3 നിർബന്ധമായി പാലിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ
കുറച്ച് ഞാൻ ഒരു ഹറമിലെ ബഹുമാനപ്പെട്ട സഊദ് ഷുറൈഖ് എന്ന് പറയുന്ന ലോക പ്രസിദ്ധ ഒരു ഖുർആൻ പണ്ഡിതനുണ്ട്. ഇന്നും ഹറമിലെ ഇമാമാണ്. വർഷങ്ങളായി ഹറമിൽ ഇമാമായി നിൽക്കുന്ന ഒരുപാട് ഇമാമികളുടെ കൂട്ടത്തിൽ പ്രശസ്തനായ ഒരു ഇമാമാണ് സഊദ് ഷുറൈഖ്. അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ള കുറച്ച് ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للكافرين يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العظيم. ഇതിന് മക്കൾക്ക് അബ്ദുറഹ്മാൻ സുലൈസി ഇന്ന് നിലവിലുള്ള ഇമാമാണ്. ഒരുപാട് കാലമായി ഹറം ഷരീഫിലെ മക്ക മുക്കറമയിലെ ഇമാമാണ്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ള ഒരു ഫാത്തിഹ. ഫാത്തിഹ വ്യത്യസ്ത രൂപത്തിലുണ്ട്. അലി അബ്ദുറഹ്മാൻ ഹുദൈഫി മദീനത്തെ ഇമാമാണ്. നല്ല ശൈലിയിലുള്ള ഖിറാഅത്ത് മദീനത്തെ ഇമാം. ഇതിന്റെ ഖിറാഅത്ത് അലി അബ്ദുറഹ്മാൻ ഹുദൈഫി. അതുപോലെ
അതുപോലെ ഒരുപാട് ഇമാമികളുടെ മക്കൾക്ക് പല വ്യത്യസ്ത ശൈലിയിലാണ്. സുദൈസിന്റെ ഒരു ഫാത്തിഹ കൂടി ഓതിക്കാൻ നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الله قبول ചെയ്യട്ടെ. السلام عليكم ورحمة الله. ഇഷ്കുപൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ ഇഷ്ടമേറെ ചൊന്നിടാൻ ഹബീബിൽ പൊന്നേ ഇസ്തിരീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ സൽവിശൽ പാടുന്നേ മനസ്സിന്റെ മിഴികളിൽ മഴത്തുള്ളി തന്ന് മണിമുറ്റി മധുരിന്റെ ഇശലനയിന്ന് മഴത്തുള്ളിയുള്ള മദീനത്തെ മണ്ണിൽ മരണത്തിന് മുമ്പേ ചാല വരണ ശരീരക്ക് മഹമ്മദ് നബിയിൽ സുന്ദരശരം ചൊല്ലിട്ട് മുന്തും നിശിതപടി മനസ്സിന്റെ മുഖം ചൂടി ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ ഇഷ്ടമേറെ ഹബീബിൽ പൊന്നേ ഇസ്തിരീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ സൽവിശൽ പാടുന്നേ കാരുണ്യത്തിൻ കിരണങ്ങൾ ലോകമെങ്ങും ചൊരിപ്പി കണിയുന്ന ഇത്തമാര പോലും പൊട്ടിക്കരപ്പി സങ്കടത്തിനിട തേടി കണ്ണും നിറക്കി സവിധത്തിൽ വന്നിട്ടൊരു മൺവെടുപ്പറക്കി മഹമ്മദ് നബിയിൽ സ്നേഹം ചൊരിപ്പി കുന്തും നശീതപടി മനസ്സിന്റെ മോഹം ചൊടി ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്ന് വന്നേ ഇഷ്ടമേറെ ചൊന്നിടാൻ ഹബീബിൽ പൊന്നേ ഇസ്തിരീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ സൽവിശൽ പാടുന്നേ ഹിദായത്തിൽ വെളിച്ചങ്ങൾ പകർന്നു